ഭാരതത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന നേതാവാണ് അടൽജി എന്ന് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു. അടൽജി സ്മൃതി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ. പ്രതിപക്ഷമെന്നാൽ ഭരണപക്ഷത്തെക്കാളും ഉത്തരവാദിത്തമുണ്ടെന്ന് അടൽജി തെളിയിച്ചു. ബഹ്റാൻ അണുവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ ലോകരാഷ്ട്രങ്ങളുടെ ഉപരോധത്തെ നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. അടൽജി സ്മൃതി ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ. അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മൃതി ദിനമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ എതിരാളികൾ പോലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും പാർട്ടിക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ സ്വീകാര്യമായിട്ട് വരുമ്പോൾ പലപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വ്യാഖ്യാനിക്കാറുള്ളത് BJPയുടെ ശബ്ദമല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദം. പക്ഷേ അദ്ദേഹം എപ്പോഴും BJPയുടെ ശബ്ദം തന്നെ ആയി. അദ്ദേഹം ഒരിക്കലും അധികാരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തിയുമായിരുന്നു. പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന സമയത്തും നമ്മുടെ ഭാരതത്തിൻ്റെ നിലപാടുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി അത് അവിടെ അവതരിപ്പിക്കാനും ഐക്യരാഷ്ട്രസഭയിൽ പോയി ഭാരതത്തിന് വേണ്ടി, അത് ഭരണം BJP ആയിരുന്നില്ല, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഭാരതത്തിൻ്റെ നയങ്ങൾ വിദേശത്ത് അവതരിപ്പിച്ചു. അതിലൂടെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയുള്ളൊരു നേതാവാണ്. നമ്മുടെ കോൺഗ്രസിൻ്റെ ഭരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പോയപ്പോൾ വന്ന ജനതാ പാർട്ടി ഭരണത്തിലും ഇദ്ദേഹം വിദേശകാര്യമന്ത്രിയായി. അന്ന് ഇദ്ദേഹത്തിന് വിദേശകാര്യമന്ത്രിയായിരുന്ന സമയത്ത് പറഞ്ഞൊരു RSSകാരൻ വിദേശകാര്യമന്ത്രിയായ പാകിസ്ഥാനായുള്ള ബന്ധം വഷളാവുകയാണ് ചെയ്യുക എന്നായിരുന്നു അന്ന് പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ ഏറ്റവും നല്ല വിദേശകാര്യമന്ത്രി എന്ന പേര് എടുത്തത് എനിക്ക് തോന്നുന്നു പിന്നീട് നമുക്ക് സുഷമാ സ്വരാജിനെയും കാണാൻ കഴിയുമെങ്കിലും ഓരോരുത്തരെയും കാണാൻ കഴിയുമെങ്കിലും ആ കാലഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി. ബിജെപി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചിരത്തുടി, സോഷ്യൽ മീഡിയ ജില്ലാ കോ കൺവീനർ രാജേഷ് വെള്ളോത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എ സ്വരൂപ്, KP കൃഷ്ണകുമാർ, സജിത തുടങ്ങിയവർ സംസാരിച്ചു. BJP അധികാരത്തിൽ വരും, ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ആ കാലം BJP അധികാരത്തിൽ വരികയും അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയെ നയിക്കുകയും ചെയ്യും എന്ന് ആ സമ്മേളനത്തിൽ ഉള്ള പ്രഖ്യാപനമുണ്ടായി. അതൊക്കെ യാഥാർത്ഥ്യമായി. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. മാത്രമല്ല പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഇന്ന് അവർക്ക് എന്താ പറയുക, നമ്മളെ കളിയാക്കാൻ കഴിയില്ല, മറിച്ച് കൂവേണ്ടതായ സ്ഥിതി, അവരുടെ മുഖം രക്ഷിക്കാനോ മുഖം മറയ്ക്കാനോ ചെയ്യേണ്ട സ്ഥിതി വിശേഷമെത്തി. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കാം. നേരത്തെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചപ്പോൾ തന്നെ ശ്യാമപ്രസാദ് മുഖർജി ജനസംഘം തുടങ്ങിയ സമയത്ത് സംഘം വിട്ടുകൊടുത്ത പ്രചാരകന്മാരിൽ ഒരാളായിരുന്നു വാജ്പേയി. ആ വാജ്പേയി ശ്യാമപ്രസാദ് മുഖർജി കാശ്മീരിലേക്ക് ചലോ കാശ്മീർ എന്നുള്ള മാർച്ച് നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ആ യാത്രയിലുണ്ടായിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ കുറച്ച് മീറ്ററുകൾക്ക് അപ്പുറത്ത് വന്നു ശ്യാമപ്രസാദ് മുഖർജി പറഞ്ഞു, അടൽജി തിരിച്ചു പോകണം, ഞാൻ അറസ്റ്റ് വരിക്കാം. അപ്പോൾ അടൽജി തയ്യാറായിരുന്നില്ല. അടൽജി പറഞ്ഞു, ഞാനും അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ്, ഞാനും ജയിലിൽ കിടക്കാൻ തയ്യാറാണ്. പക്ഷെ പറഞ്ഞു, അതല്ല വേണ്ടത്, ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കണം, ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ വാജ്പേയി ഉണ്ടാവണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് തിരിച്ചുവിടുകയുണ്ടായത്. ശ്യാമപ്രസാദ് മുഖർജി അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. പക്ഷേ അതിനുശേഷം അതിശക്തമായ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഇന്ന് നമ്മൾ എല്ലാ രീതിയിലും ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു നേതാവായിട്ട് മാറി എന്നുള്ളത് നമുക്ക് സന്തോഷകരമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കൊരു നഷ്ടം കൂടിയാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമസ്കാരം. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എൻ്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.